ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലൂടെയാണ് പ്രൈം ടൈം ന്യൂസ് ആദ്യം കടന്നുപോകുന്നത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. പടമല സ്വദേശി അജീഷാണ് കൊല്ലപ്പെട്ടത്. അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചു. വെളിച്ചക്കുറവ് മൂലം മയക്കുവെടി ദൌത്യം പ്രതിസന്ധിയിലാണ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക കൈമാറിയില്ല എന്ന് കേരള വനം വകുപ്പ് ആരോപിച്ചു. ആളുകൾ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടുകയായിരുന്നു ആന. രാവിലെ തൊഴിലാവശ്യത്തിന് പുറത്തേക്കിറങ്ങിയ അജീഷ് വഴിയിൽ ആനയ്ക്ക് മുന്നിൽ പെട്ടു. 42-കാരനായ അജീഷ് ഓടിക്കയറിയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ ആന തൊട്ടടുത്തെത്തി. മതിൽ ചാടിക്കടന്ന അജീഷ് ചുവട് തെറ്റി വീണു. മതിൽ തകർത്ത് പിന്നാലെ എത്തിയ ആന ആക്രമിച്ചു. ഇതുവഴി ആ ചേട്ടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിക്കേറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് കെട്ടിയിട്ട് അങ്ങാണ്ട് വീണു. അല്ല, താക്കോൽ ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ്. ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹവുമായി ടൗണിൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം. റോഡ് ഉപരോധിച്ച നാട്ടുകാർ MLA OR കേളുവിനെയും കലക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും തടഞ്ഞു. വനം വകുപ്പ് ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അജീഷിന്റെ മൃതദേഹം സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ എത്തിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. ആദ്യഘട്ടത്തിൽ അജീഷിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്ന കളക്ടറുടെ നിർദ്ദേശം പ്രതിഷേധക്കാർ തള്ളി. തുടർന്ന് അടിയന്തര നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും അധിക സഹായമായി 40 ലക്ഷം രൂപയ്ക്ക് സർക്കാരിന് ശുപാർശ നൽകുമെന്നും കളക്ടറുടെ ഉറപ്പ്. 10 ലക്ഷം രൂപ അത് തിങ്കളാഴ്ച തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എഴുതി തള്ളുന്നതിനും 40 ലക്ഷം രൂപ കൂടി അനുവദിക്കണം എന്നൊരാവശ്യം ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ചു. അനുകൂലമായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെക്കാൻ സർക്കാർ ഉത്തരവിട്ടെങ്കിലും വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്ന് ദൗത്യം നടപ്പാക്കാനായില്ല. ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കുങ്കിയാനകളെ എത്തിച്ച് ദൗത്യം പൂർത്തിയാക്കാനാണ് ശ്രമം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക വനം വകുപ്പ് റേഡിയോ കോൾ സിഗ്നൽ നൽകാത്തതാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകാൻ കാരണമായതെന്നാണ് കേരള വനം വകുപ്പിന്റെ വിശദീകരണം. ടീം 24 വയനാട്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം ഞെട്ടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വനമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഉന്നയിക്കുന്നത് ബാലിശമായ ആരോപണം എന്നായിരുന്നു വനം മന്ത്രിയുടെ മറുപടി. വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിലെ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരുന്നുവെന്നും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വന്യമൃഗ ആക്രമണം രൂക്ഷമാകുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ഒരു 30 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമാണ് ഇതിൻ്റെ ഇരയായി മാറുന്നത്. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാരിന്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. കേരളവും കർണാടകവും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കർണാടകയും കേരളവും ഇതിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു വനമന്ത്രിയുണ്ട്, ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥയാണ്, വനം വകുപ്പിൻ്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു മരണമുണ്ടാവാൻ കാരണം. വിമർശനങ്ങൾക്ക് വനം മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി ഇങ്ങനെ. രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റു സംഘടനകളായാലും ജനകീയ സമിതിയുടെ ആളുകളായാലും അവർക്കൊക്കെ ഓരോ ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എന്താണെന്നറിയാം. ആ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ സാധിക്കും വിധത്തിലുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് അവർ മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് വെച്ചാൽ അവയോട് ഏറ്റവും പ്രായോഗികമായി അനുകൂലമായ നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. ആക്രമിച്ചത് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയായതിനാൽ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. 24 കോഴിക്കോട്.
വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊന്ന കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. ചാലിഗദ്ദിയിലെ ജനവാസ മേഖലയോട് ചേർന്ന തോട്ടത്തിലാണ് നിലവിൽ ആനയുള്ളത്. വെളിച്ചക്കുറവിനെ തുടർന്ന് മയക്കുവെടി ദൌത്യം ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റിയ ആനയാണിത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാളെയാണ് സംസ്കാരം. കിഷോർ തോമസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. കിഷോർ, ഈ ആന നിലവിൽ എവിടെയാണുള്ളതെന്ന കൃത്യമായ വിവരം നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നാട്ടുകാർക്ക് പങ്കുവെക്കുന്നുണ്ടോ? ഒപ്പം തന്നെ അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. പ്രവിത, ഈ വീടിൻ്റെ അജീഷിൻ്റെ വീടിൻ്റെ മരണമടഞ്ഞ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീടിൻ്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറയുള്ള നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ കാണിച്ച ഒരു കുന്നിൻ മുകളിൽ ആന ഇപ്പോഴുമുണ്ട്. 200 മീറ്റർ മുകളിൽ തന്നെയാണ് ആനയുള്ളത്. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വനം വകുപ്പിന് ഇന്ന് മയക്കുപിടി വെക്കാൻ സാധിച്ചില്ല. കാരണം വെളിച്ചക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി മയക്കുപിടി വെക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇനി നാളെ രാവിലെ വെളിച്ചം വന്നതിന് ശേഷം രാവിലെ തന്നെ മയക്കുപിടി വെക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഇപ്പോൾ അജീഷിൻ്റെ മൃതശരീരം ഏറ്റവും വേദന നിറഞ്ഞ നിമിഷത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് പേർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ, പ്രിയപ്പെട്ടവനെ ചേർത്ത് അവനൊപ്പം നിൽക്കാൻ വേണ്ടി ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും കണ്ണീരിൽ കുതിർന്നൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ടി സിദ്ദിഖ് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അജീഷ് എന്നൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം നാളെ വൈകുന്നേരം 3 മണി വരെ പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം സംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ പടമല പള്ളിയിൽ വെച്ച് തന്നെ തുടങ്ങുകയും ചെയ്യും. എത്രയായാലും ഇവിടെ ഒരു ഭീതി അവസാനിച്ചിട്ടില്ല. കാരണം ആന ഇവിടെ തന്നെയുണ്ട്. ആന ഒരു 200 മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് വനംവകുപ്പ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങി തടിച്ചുകൂടി നിൽക്കരുതെന്ന നിർദ്ദേശം പോലീസും മറ്റുള്ളവരും കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും 100 കണക്കിന് ആൾക്കാരാണ് അജീഷിനെ ഏറ്റവും അവസാനമായി ഒന്ന് കാണാൻ പ്രിയപ്പെട്ടവന് വേണ്ടി കണ്ണുനീർ പൊഴിക്കാൻ എത്തിയിട്ടുള്ളത്. അത്രമാത്രം ദുഃഖഭരിതമായ, അത്രമാത്രം കണ്ണുനീർ, എല്ലാവരുടെയും കണ്ണുനീരാൽ കുതിർന്നിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ എന്ത് തന്നെയായാലും നാളെ രാവിലെ ആനയെ കൃത്യമായി മയക്കുവെടി വയ്ക്കുകയും മുത്തങ്ങയിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4 കുങ്കിയാനകളെ, പ്രത്യേകിച്ച് ഭരതും വിക്രമും അടക്കമുള്ള കുങ്കിയാനകളെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നേതൃത്വത്തിലായിരിക്കും നാളത്തെ ദൗത്യങ്ങളെല്ലാം നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയായാലും അജീഷിൻ്റെ ഒരു വിടവാങ്ങൽ, അജീഷിൻ്റെ ഏറ്റവും ദാരുണമായ ഒരു മരണം, അത് വയനാടൻ ജനതയെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നയിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്നും ഇനിയും അവർക്ക് മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മരണം കൊണ്ടെങ്കിലും അധികാരികൾ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ വലിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഓരോ ജനങ്ങളും ഉള്ളത്. അജീഷിൻ്റെ വീടിൻ്റെ വീടിൻ്റെ അരികിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് പേർ പ്രിയപ്പെട്ടവനെ കാണാനെത്തുന്നു. അവർ കണ്ണുനീരിൽ നിറയുന്നു. ഈ കാഴ്ച അത്രത്തോളം ദുഃഖകരമാണ്. പ്രവിത. കിഷോർ തോമസാണ് വിവരങ്ങൾ നൽകിയത്. അജീഷിനെ കൊലപ്പെടുത്തിയ ആന 200 മീറ്റർ അകലെ ഒരു കുന്നിൻ്റെ മുകളിൽ കഴിയുന്നു. ആ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിനായിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കാനായിട്ടില്ല. ഇരുട്ട് വീണതിനാലാണ് നടപടിയിലേക്ക് കടക്കാൻ ആകാത്തത്. നാളെ മയക്കുവെടി വെച്ച് പിടികൂടും എന്നാണ് കിഷോർ തോമസ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം നാളെ നടക്കും. CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞുവെന്ന് മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI നേതാവ് R ലതാദേവി പരിഹസിച്ചു. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ല എന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചതിലും വിദേശ സർവകലാശാല വിഷയത്തിലും CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, മുൻപ് തന്നെ വലിയ പ്രതിഷേധം CPI മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. വിവരങ്ങൾ. പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് തന്നെ CPI മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് പരസ്യമായിട്ടുള്ള പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതാണ്. ഈ ഭക്ഷ്യമൃഗ സംരക്ഷണ വകുപ്പുകളുടെ ബജറ്റിൽ കടുത്ത അവഗണന ഉണ്ടായി എന്ന ആരോപണം CPI മുന്നോട്ട് വെക്കുന്നതിനിടയിലാണ് സംസ്ഥാന കൗൺസിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത്. CPI വകുപ്പുകളോട് സർക്കാരിന് ഭിന്ന നിയമം എന്നാണ് CPIയുടെ പ്രധാന വിമർശനം. സപ്ലൈകോയെ തീർത്തും അവഗണിച്ചു. വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ സർക്കാർ മറന്നു. ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണ് എന്ന കുറ്റപ്പെടുത്തൽ ഇന്നത്തെ CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു.
മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു, ഇപ്പോഴതില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന ഭക്ഷ്യമന്ത്രി GR നന്ദന്റെ ഭാര്യ R ലതാദേവി പരിഹസിച്ചു. ആഡംബരത്തിനും ദൂരത്തിനും കുറവില്ലെന്ന് മറ്റൊരംഗവും സംസ്ഥാന കൗൺസിൽ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചെലവിടുന്നെന്ന് VP ഉണ്ണികൃഷ്ണൻ കൗൺസിലിൽ പറഞ്ഞു. വിമർശനം കടന്നതോടെ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടു. തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒന്നും പുറത്തു പോകരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓർമ്മപ്പെടുത്തി. പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യ ചർച്ചകളിലേക്ക് പോകരുതെന്നും ബിനോയ് വിശ്വം അംഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിദേശ സർവകലാശാലയിൽ നയവ്യതിയാനമുണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മതിക്കുകയും ചെയ്തു. മുന്നണിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുമെന്നും യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ 92കാരിക്കും മകൾക്കും സഹായവുമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കാരണം പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ തരത്തിലാണ് രാവിലെ ആകുമ്പോഴുള്ള ചൂടൊക്കെ. ആ ചൂടത്താണ് അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ വന്ന് കിടന്നിരുന്നത്. നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇവരവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം ജില്ലാ കളക്ടറെ വ്യക്തിപരമായി ഞാൻ വിളിച്ചു, മറ്റൊരുപാട് മാധ്യമപ്രവർത്തകർ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പഞ്ചായത്ത് അധികൃതർ അവരെ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു വയോധികരുടെ പ്രതിഷേധം. ഇരുവരുടെയും ദുരവസ്ഥ 24 വാർത്തയിലൂടെ അറിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. മണിക്കൂറുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച 92കാരി പത്മാവതി അമ്മയെയും മകൾ 67കാരി ഇന്ദിരയെയും ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ 1 മാസത്തെ പെൻഷൻ തുക നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇരുവർക്കും സർക്കാർ പെൻഷൻ നൽകും വരെ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് പണം നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ഈ കഥനം കാണുമ്പോൾ ഹൃദയം വല്ലാണ്ടങ്ങ് മുറുകിപ്പോകും. ഞാൻ കണ്ട കാഴ്ചകളിലെ ഏറ്റവും ദാരുണമായ കാഴ്ചയാണ് ആ അമ്മ 92ാമത്തെ വയസ്സും എന്റെ മുത്തശ്ശിയൊക്കെ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോ ഞാനത് എന്റെ പെൻഷൻ അക്കൗണ്ടുമായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് അവർക്ക് ഈ 1600 രൂപ ഇപ്പം 2 പേർക്കും കൂടെ ചേർത്ത് 4 പേർക്ക് അക്കൗണ്ടിൽ നിന്ന് തനിയെ അങ്ങ് പൊയ്ക്കോളൂ. മണിക്കൂറുകൾ കുത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുരേഷ് ഗോപിക്ക് 1000 നന്ദിയെന്നും നിറ കണ്ണുകളോടെ ഇന്ദിരയും പത്മാവതിയും. വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് 24 ആണ്. ഈ 50 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. ആരും ഇല്ലാത്ത ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഒരമ്മയും ഞാനും അവിടെ വന്നിരിക്കുമ്പോൾ എന്നോടൊപ്പം പണിയെടുത്തൊരു പ്രസിഡൻ്റാണ്. ആ പ്രസിഡന്റ് പോലും എന്താ എന്ന് പോലും എൻ്റെ നമ്പർ ഉണ്ടായിട്ടും കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല. വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു ഞങ്ങളുടെ. അമ്മ സന്തോഷമായില്ലേ? അമ്മ സന്തോഷമായി. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് പത്മാവതിക്കും മകൾക്കും ലഭിക്കാനുള്ളത്. രാവിലെ പ്രതിഷേധത്തെക്കുറിച്ചറിഞ്ഞ് പെൻഷൻ കിട്ടാനുള്ള നിരവധി പേർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയിരുന്നു. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. കോഴിക്കോട് കുന്നമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് 3 മരണം. കാരിപ്പറമ്പത്ത് മിനി, മകൾ ആതിര, ഇവരുടെ ബന്ധു കുഴിമണ്ണൽ അദ്വൈത് എന്നിവരാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയ അദ്വൈത് അപകടത്തിൽപ്പെട്ടതോടെ രക്ഷിക്കാനിറങ്ങിയവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെറുപുഴയിൽ പൊയ്യാം പുളിക്കമണ്ണ കടവൽ വൈകിട്ടാണ് അപകടം. അപകടത്തിൽപ്പെട്ട അദ്വൈതിന്റെ മാതാവ് സിനുജയെ രക്ഷപ്പെടുത്തി. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റും RJD 1 സീറ്റും ആവശ്യപ്പെട്ടുവെങ്കിലും അംഗീകരിച്ചില്ല. 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ അവർ മത്സരിച്ച് വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകി. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ
അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് എം കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാവില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. RJDയും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 14-ന് ജില്ലാ LDF യോഗങ്ങൾ ചേരും. 24 തിരുവനന്തപുരം. 3-ാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിഷയത്തിൽ ലീഗിന്റേത് ശക്തമായ നിലപാട്. ലീഗിന് ഒരു ശക്തിയുണ്ട്, അത് എല്ലാവർക്കും അറിയാമെന്നും അത് UDF മനസ്സിലാക്കണമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതാണ്. 15-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കി. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്രയായ സമരാഗ്നിയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. മട്ടന്നൂരിലും കണ്ണൂരിലുമായിരുന്നു ഇന്നത്തെ പൊതുസമ്മേളനങ്ങൾ. കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഫാസിസ്റ്റ് ഭരണത്തെ കുഴിച്ചുമൂടാനുള്ള മഹായുദ്ധമാണ് സമരാഗ്നിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അണികളുടെ പങ്കാളിത്തം കൊണ്ട് സമരാഗ്നി കണ്ണൂരിലും ആവേശകരമായെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മട്ടന്നൂരിലും കണ്ണൂരിലും തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പൊതുസമ്മേളനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര നയങ്ങളെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചും പ്രചാരണം. ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെച്ച് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് പറയുന്നു. ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് ചില പോയിന്റ്. ഇവരെല്ലാം 18 MPമാരും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് പരാതി പറയുന്നു. 14-ാം ധനകാര്യ കമ്മീഷന്റെയും 15-ാം ധനകാര്യ കമ്മീഷന്റെയും തമ്മിലുള്ള ഡെവല്യൂഷൻ ഓഫ് ടാക്സിലുള്ള കുറവ്. കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ സംവദിച്ചു. എല്ലാ ജില്ലകളിലും ജനകീയ ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിലാണ് യാത്രയുടെ നാളത്തെ പര്യടനം. 24 കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചു. കരിമണൽ കമ്പനിയായ CMRL-ലുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക്കിനെ വെള്ളപൂശുന്ന വിശദീകരണ രേഖ CPIM പാർട്ടി പരിപാടിയിൽ വിതരണം ചെയ്തു. SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിക്കൊപ്പം സമൻസ് രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRL നൽകിയ സേവനം, കമ്പനികളുടെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് SFIO ആവശ്യപ്പെട്ടത്. CMRL-ലും KSIDC-യിലും പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ SFIO സമൻസ് നൽകിയിരുന്നു. സമൻസിനെ കുറിച്ച് അറിയില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിച്ചു, അത്ര എനിക്കറിയൂ. നിയോജക മണ്ഡലം തല ശില്പശാലകളിൽ വിതരണം ചെയ്യുന്ന രേഖയിൽ എക്സാലോജിക്കിനെ CPIM വെള്ളപൂശുകയാണ്. വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന് രേഖയിൽ പറയുന്നു. അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. CMRL-ന് പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും വിമർശനം. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തേജോവധം ചെയ്യുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുന്നുവെന്നും CPIM കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജൻ. നരേന്ദ്രമോദി ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ. BJP-യുമായുള്ള പുതിയ അന്തർധാരയുടെ ഭാഗമാണ് ക്ഷണമെന്നും EP ജയരാജൻ ആരോപിച്ചു. പ്രേമചന്ദ്രനെ ക്ഷണിച്ചു. പ്രേമചന്ദ്രൻ പോയി അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതാണ് UDF, അതാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയോടും മതന്യൂനപക്ഷ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടാണോ അദ്ദേഹത്തിനുള്ളത്? ഇത് കേരള സമൂഹം മനസ്സിലാക്കും. 3 സീറ്റിന് യോജിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ആ 3 സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള വിദ്യയും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മുന്നണിയാണ് UDF. BJP RSSന്റെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തർധാരയില്ലേ, ആ അന്തർധാരയാണ്. രാജ്യത്ത് പൗരത്വ നിയമം ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം പുറത്തിറക്കും. നിയമം ആരുടെയും പൗരത്വം അപഹരിക്കാനുള്ളതല്ലെന്ന് അമിത്ഷാ പറഞ്ഞു. ടൈംസ് നൗ ഡൽഹിയിൽ സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിക്കിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പിന് മുൻപ് CAA വിജ്ഞാപനമിറക്കും. അതിൽ ആർക്കും സംശയം വേണ്ടെന്നും അമിത്ഷാ.
പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ചു. ബംഗ്ലാദേശിൽ നിന്നടക്കം ഇന്ത്യയിൽ അഭയം തേടിയവർക്കുള്ളതാണ് നിയമം. ഇതിൽ ആരുടെയും പൗരത്വം എടുത്തുകളയാൻ വ്യവസ്ഥയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. देश में किसी की भी नागरिकता सीए छीन ही नहीं सकता, क्योंकि कानून में प्रोविजन ही नहीं है। सीए जो शरणार्थी आए हैं पाकिस्तान और बांग्लादेश से धार्मिक प्रताड़ना के कारण उनको नागरिकता देने का कानून है, और मैं मानता हूं इसमें किसी का विरोध नहीं। കോൺഗ്രസിന്റെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. എന്നാൽ പ്രീണന നയത്തിന്റെ പേരിൽ കോൺഗ്രസ് ഇതിൽ നിന്നും പിന്നാക്കം പോവുകയായിരുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഒരു സാമൂഹിക മാറ്റമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 25 വർഷം കൊണ്ട് വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും അടക്കമുള്ള നേട്ടങ്ങൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രാമമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. 17ാം ലോക്സഭയിലെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ സ്പീക്കർക്കും അംഗങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ പദ്ധതികളും ബില്ലുകളും എണ്ണിപ്പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തെയും ചെങ്കോലിനെയും കുറിച്ചുവരെ പ്രസംഗത്തിൽ പരാമർശം. ये आपका नेतृत्व है, जिसने निर्णय किया, चीज़ों को आगे बढ़ाया, सरकार के साथ अनेक मीटिंगें की, और उसी का परिणाम है कि आज देश को ये नया संसद भवन प्राप्त हुआ है. विरासत का अंश और जो आज़ादी की पहली पल थी उसको जीवंत रखने का हमेशा हमारे मार्गदर्शक रूप में ये सेंगोल को यहाँ स्थापित करने का काम. വനിതാ സംവരണവും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങളും രൂപീകരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി. कि रिफॉर्म भी हो, परफॉर्म भी हो, और हम ट्रांसफॉर्म होता अपनी आंखों के सामने देख पाते, एक नया विश्वास भरता हो. ये अपने आप में 17वीं लोकसभा से आज देश अनुभव कर रहा है, और मुझे पक्का विश्वास है कि देश 17वीं लोकसभा को जरूर आशीर्वाद देता रहेगा. പുതിയ രാമക്ഷേത്രം രാജ്യത്തിന് പ്രചോദനമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രമമെന്ന് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. മറുപടി പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് മന്ദിരം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി അറിയിച്ചു. माननीय प्रधानमंत्री जी से संसद के नए भवन बनाने का आग्रह किया. माननीय प्रधानमंत्री जी ने हमारे दोनों सदनों के आग्रह को स्वीकार किया और इसके निर्माण की स्वीकृति की. 24 ഡൽഹി. കേരളത്തിന് അടിയന്തര കടമെടുപ്പിന് അവകാശമില്ലെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സുപ്രീംകോടതിയിൽ. കടമെടുപ്പ് പരിധിയിൽ കേരളം നൽകിയ ഇടക്കാല അപേക്ഷയിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും കേന്ദ്ര ധനമന്ത്രാലയം സുപ്രീംകോടതിയെ അറിയിച്ചു. കേരള സർക്കാരിന്റെ ധനവിയോഗത്തെ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്ര ധനമന്ത്രാലയം സുപ്രീംകോടതിയിൽ നൽകിയ മറുപടി. അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ല എന്ന് ധനമന്ത്രാലയം കോടതിയെ അറിയിച്ചു. സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും കുറ്റപ്പെടുത്തി. നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടം കൂടുന്നുവെന്നും 15ാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുവെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കേരളം നൽകിയ ഹർജിയിൽ നേരത്തെ കേന്ദ്രം നൽകിയ വിശദമായ റിപ്പോർട്ടിനെ സംസ്ഥാനം എതിർത്തിരുന്നു. പ്രതിസന്ധിക്ക് കാരണം ധനവിയോഗത്തിലെ പിടിപ്പുകേടെന്ന കേന്ദ്രവാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഹർജി ഈ മാസം 13-ന് പരിഗണിക്കുമ്പോൾ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇടപെടുക. 24 ഡൽഹി. തിരുവനന്തപുരം കിളിമാനൂർ കനാറയിൽ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണകാരണം സൂര്യാതപമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തട്ടത്തുമല സ്വദേശി സുരേഷാണ് മരിച്ചത്. സൂര്യാതപത്തെ തുടർന്നുണ്ടായ നീർജലീകരണമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. ഊറും ഭരിച്ച നിലയിൽ ഇന്നലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണത്തിന് അനിശ്ചിതത്വം തുടരുന്നു. അർദ്ധരാത്രിയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് PTI. സഖ്യ സർക്കാർ നിലവിൽ വരുമെന്ന് കാമൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹഖ് കാക്കർ. രാജ്യത്ത് സുസ്ഥിര സർക്കാർ അനിവാര്യമെന്ന് സൈനിക മേധാവി.
ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാതെ ജനം വിധിയെഴുതിയ പാകിസ്ഥാനിൽ രാഷ്ട്രീയ നാടകങ്ങളും തിരക്കിട്ട മുന്നണി നീക്കങ്ങളും സജീവമാകുന്നു. ജനവിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രിമാരായ ഇമ്രാൻഖാനും നവാസ് ഷെരീഫും രംഗത്തെത്തി. എന്നാൽ 253 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ല. കേവല ഭൂരിപക്ഷത്തിന് 134 സീറ്റ് ആവശ്യമാണ്. ഇതോടെ രാജ്യത്ത് തൂക്കുമന്ത്രിസഭയാകും വരികയെന്നുറപ്പായി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ്. 99 സീറ്റുകൾ നേടി ഇമ്രാൻഖാന്റെ PTI പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് 71 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്തെത്തിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 2018-ലേക്കാൾ 11 സീറ്റുകൾ കൂടുതൽ നേടി 54 സീറ്റിൽ വിജയിച്ചു. ഇതിനിടെ പാകിസ്ഥാനിൽ സുസ്ഥിര സർക്കാർ അനിവാര്യമാണെന്നും അരാജക രാഷ്ട്രീയത്തിൽ നിന്ന് രാജ്യം മുക്തമാകണമെന്നുമുള്ള സൈനിക മേധാവി സയ്യിദ് അസിം മുനീറിന്റെ പ്രസ്താവന നവാസ് ഷെരീഫ് ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയെ രക്ഷിക്കും. സംസ്ഥാനത്ത് ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള അഭിമുഖത്തിൽ മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവ വേദിയിലാണ് കളിയും കാര്യവുമായി ഇരുവരും ഒരുമിച്ചെത്തിയത്. രാഷ്ട്രീയ നിലപാടുകൾ, വിവാദങ്ങളോടുള്ള പ്രതികരണം, ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ. മന്ത്രി KB ഗണേഷ് കുമാർ വാചാലനായി. അടുത്തിടെയായി ഗണേഷ് കുമാറിന്റെ കഴുത്തിൽ ഒരുപാട് മൈക്കുകൾ കാണുന്നുണ്ടല്ലോ എന്ന് R ശ്രീകണ്ഠൻ നായർ. കേൾക്കാൻ ആളുള്ളതുകൊണ്ടെന്ന് മന്ത്രി. കളിപ്പറച്ചിൽ പതിയെ കാര്യത്തിലേക്ക്. KSRTCയെ ലാഭത്തിലാക്കിയില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുമെന്ന് മന്ത്രി. ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി ലാഭമൊന്നുമില്ല, നഷ്ടം കുറച്ചു കൊണ്ടുവരാം. ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കും. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധിക്ക് പിന്നിൽ വടക്കേ ഇന്ത്യൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കപ്പെടും. സംഭാഷണത്തിന് കേൾവിക്കാർ ഏറെയുണ്ടായി. കൂട്ടത്തിൽ നിന്ന് ചോദ്യങ്ങളും. പേഴ്സണൽ സ്റ്റാഫ് എണ്ണത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ്. എങ്ങനെ മനസ്സിലായോ? ഡെപ്യൂട്ടേഷനാണ്. ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധിക ചിലവില്ല. ആ അധ്യാപകന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ എടുത്താൽ അദ്ദേഹം അവിടെ ശമ്പളം വാങ്ങുന്നുണ്ട്. അതേ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകൻ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു. റോബിൻ ബസ് വിഷയത്തിൽ കോടതി ഉത്തരവ് പ്രകാരം തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗതാഗത വകുപ്പിലെ ഫയലുകളുടെ മെല്ലെപ്പോക്കിൽ ഉദ്യോഗസ്ഥർക്ക് കർശന മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 5 ദിവസത്തിനുള്ളിൽ ഫയലുകൾ തീർപ്പാക്കാത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും എന്നാണ് മുന്നറിയിപ്പ്. കെടുകാര്യസ്ഥതയുള്ള ഉദ്യോഗസ്ഥർ ലീവ് എടുത്ത് മാറി നിൽക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു ഫയലും ഗതാഗത വകുപ്പ് പ്രത്യേകമായ നിർദ്ദേശം വരികയാണ്. ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിന് യാതൊരു സംശയമുണ്ട്. 5 ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ 5 ദിവസം തന്നെ വേണ്ട, 1 മണിക്കൂറിലും വേണ്ട. പക്ഷേ 5 ദിവസം അനുവദിക്കുക. കെടുകാര്യസ്ഥതയുണ്ട് ഉദ്യോഗസ്ഥന്മാരാണ്. എനിക്കെന്താ വേണം ആ ചിന്താഗതി കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അതിനെ വിമർശനമായി കണ്ട സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നമ്മളെ കിട്ടിയ അധികം നടക്കേണ്ട, അതിന് പറ്റില്ല. KSRTC മോട്ടോർ വെഹിക്കിൾ വരെ ആ പരിപാടിയുള്ള ആളുകൾ ലീവ് എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കുറേ നാൾ കഴിഞ്ഞ് പോയിട്ട് പോയി. കാരണം ആ പരിപാടി ഇവിടെ നടക്കില്ല. കോട്ടയം സീറ്റിനെ ചൊല്ലി UDF-ൽ കലഹം. സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തിയതാണ് പുതിയ തർക്കത്തിന് കാരണമായത്. സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചതാണെന്നും സ്ഥാനാർത്ഥി നിർണയം നടക്കുകയാണെന്നും മോൻസ് ജോസഫ് 24നോട് പറഞ്ഞു. സംഭവം വിവാദമായതോടെ എല്ലാം തമാശയാണെന്ന പ്രതികരണമാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്തിയത്. അതേസമയം വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസ് കെ മാണി വിഭാഗവും തീരുമാനിച്ചു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്നാണ് നാളിതുവരെ UDF പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളും ആരംഭിച്ചു. എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കം. സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം കേരള കോൺഗ്രസിനെ അറിയിച്ചുവെന്നാണ് വിവരം. കോൺഗ്രസിന്റെ നീക്കം വിവാദമായതോടെ എല്ലാം തമാശയാണെന്ന് പറഞ്ഞ് നേതാക്കൾ തലയൂരാനും നോക്കി. വിവാദങ്ങൾ കേരള കോൺഗ്രസും തള്ളിക്കളഞ്ഞു. ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് ധാരണയായെന്നും സ്ഥാനാർത്ഥി നിർണയം നടക്കുകയാണെന്നും മോൻസ് ജോസഫ് 24നോട് പറഞ്ഞു.
KPCC പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞതെന്നുള്ളത് വ്യക്തമല്ല. ഇനിയിപ്പോൾ ഒരു സീറ്റ് തർക്കത്തിന്റെ കാര്യമൊന്നുമില്ല. കാരണം ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാണ്. മുന്നണി ഉഭയകക്ഷി ചർച്ചയിലൂടെ ധാരണ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പം അത് ക്ലിയർ ആവും. കേരള കോൺഗ്രസിലെയും UDF-ലെയും കലഹമുയർത്തിക്കാട്ടി പ്രചാരണം സജീവമാക്കുകയാണ് ജോസ് വിഭാഗവും LDF-ഉം. സ്ഥാനാർത്ഥി ചർച്ചകളിലെ തർക്കം തന്നെയാണ് പ്രധാന ആയുധം. BDJS-ഉം കോട്ടയം സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. കേരള പദയാത്രയിൽ ഇതിന്റെ സൂചനകൾ സംസ്ഥാന പ്രസിഡന്റും നൽകി. 24 കോട്ടയം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കാട്ടാക്കട മലയിൻ കീഴിൽ നിന്ന് കാണാതായ 3 വിദ്യാർത്ഥികളും ഗോവയിൽ വിനോദയാത്രയ്ക്ക് പോയതെന്ന പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. അന്തീർക്കോണം സ്വദേശികളായ അശ്വിൻ, നിഖിൽ, അരുൺ ബാബു എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ഗോഡ്സെയെ പ്രകീർത്തിച്ച് കോഴിക്കോട് NIT-യിലെ പ്രൊഫസർ ഷൈജ ആണ്ടവൻ ഫേസ്ബുക്ക് കമന്റിട്ട സംഭവം അന്വേഷിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു. അധ്യാപികയോട് കമ്മിറ്റി വിശദീകരണം തേടും. പ്രൊഫസറുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. കമന്റ് അജണ്ടയുടെ ഭാഗമെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ. കർഷകരുടെ ഡൽഹി വളയൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി ഹരിയാന സർക്കാർ. ഇന്റർനെറ്റ് SMS സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 6 ജില്ലകളിൽ നാളെ രാവിലെ 6 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 12 മണി വരെ നിയന്ത്രണം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിട്ട ബാബ സിദ്ദിഖ് NCPയിൽ അംഗത്വം എടുത്തു. NCP നേതാവ് പ്രഫുൽ പട്ടേലാണ് തന്നോട് പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെട്ടതെന്ന് ബാബ സിദ്ദിഖ് പറഞ്ഞു. മുൻ മന്ത്രിയായ സിദ്ദിഖ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും തമിഴ് എഴുത്തുകാരി സൽമയ്ക്കും RSSന്റെ വക്കീൽ നോട്ടീസ്. ഗാന്ധിയെ കൊന്നത് RSS ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം എന്ന യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ സംസാരിച്ചതിനാണ് നടപടി. ഈ വർഷത്തെ സൈലം മെഡിക്കൽ അവാർഡ് പ്രശസ്ത ന്യൂറോ സർജൻ A. മാർത്താണ്ഡ പിള്ളയ്ക്ക്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഞായറാഴ്ച ഉച്ചയ്ക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ, കാർഡിയോ സർജൻ ഡോക്ടർ V. നന്ദകുമാർ എന്നിവരാണ് നേരത്തെ പുരസ്കാരം നേടിയവർ. സൈലത്തിൽ 2023 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും മുൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമാകും. ക്യൂബയിലെ നിക്ഷേപ ടൂറിസം സാധ്യതകൾ വിശദീകരിച്ചുള്ള ഇന്ത്യ ക്യൂബ ഡയലോഗ് തൃശൂരിൽ നടന്നു. ക്യൂബ ട്രേഡ് കമ്മീഷണറും ICL ഗ്രൂപ്പ് MD-യുമായ KG അനിൽകുമാർ, CEO ഉമ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ക്യൂബ എംബസി പ്രതിനിധി ആബേൽ അബല്ലെ, രാഷ്ട്രീയ ബിസിനസ് മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. Tremendous stability support. So thank you so much to Ayeto, thank you so much to Anil Kumar Ji to organize this gathering, to bring us the platform in order to boost the economic and trade relationship between Cuba and the business community of Kerala. So thank you so much, and please a round of applause to our host. Thank you so much. തീർച്ചയായിട്ടും ക്യൂബയിലെ ടൂറിസം സെക്ടറും അഗ്രികൾച്ചർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലൊക്കെ നോക്കിയാൽ ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഫാർമസ്യൂട്ടിക്കൽ ഫെസിലിറ്റി, പ്രൊഡക്ട്സ് ഉൽപാദനവും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ക്യൂബയിലാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഇടയിലൊരു മീഡിയ ചാനലായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി UPA സർക്കാർ പ്രവർത്തിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ. സമ്പദ് വ്യവസ്ഥ പാടെ തകർന്ന സമയത്താണ് NDA സർക്കാർ അധികാരത്തിലെത്തിയതെന്നും ധനമന്ത്രി പറഞ്ഞു. അഴിമതിയെക്കുറിച്ച് ആശങ്കയുള്ള മോദി സർക്കാർ സ്വന്തം കാലത്തെ CAG റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തിന് ഭയപ്പെടുന്നുവെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. രാജ്യസഭയിലും ധവളപത്രത്തിന്മേൽ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചായിരുന്നു നിർമ്മലാ സീതാരാമന്റെ മറുപടി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടൊപ്പം നൃത്തം ചെയ്തതുകൊണ്ടോ പാട്ടുപാടിയതുകൊണ്ടോ കാര്യമില്ല, അവിടെ അവർക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് നിർമ്മലാ സീതാരാമൻ. I don't want to deride anybody. It's important to assimilate with people and join in their revelry also. सिर्फ उनके साथ गाना गाना और थोड़ा कम्युनल डांसिंग में पार्टिसिपेट करना सिर्फ काफी नहीं है, आगे उधर काम भी करना चाहिए. उनके साथ
उनके साथ मिलजुल कर रहना भी चाहिए, काम भी करना चाहिए। वो तो नहीं हुआ। തെരഞ്ഞെടുത്ത സർക്കാർ എന്ന നിലയിൽ UPA കാലത്തെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം തുറന്നുകാട്ടേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിന്മേലുള്ള ചർച്ചയിൽ മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് KC വേണുഗോപാൽ പരാമർശിച്ചു. പുതിയ ഗ്യാരണ്ടികൾ നൽകുമ്പോൾ മുൻപ് നൽകിയ ഗ്യാരണ്ടികൾ പരിശോധിക്കപ്പെടണമെന്ന് KC വേണുഗോപാൽ. But a child born when Narendra Modi ji Prime Minister can expect live only 67 years. 2 years below Manmohan Singh. There is a reason, sir. ധവളപത്രത്തിൽ UPA സർക്കാരിനെ കേന്ദ്രം വേട്ടയാടിയപ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും പ്രതിപക്ഷമുയർത്തി പ്രതിരോധിച്ചു. 24 ഡൽഹി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.